കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ അപ്ലോഡിങ് കുറച്ച് ശോകമാണ്. നമ്മുടെ അമ്മാമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു കേട്ടോ. ആൾക്ക് തീരെ വയ്യാണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മളതായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു. നമ്മുടെ ചേട്ടൻ്റെ അമ്മമ്മയാണ്. അപ്പോൾ സഞ്ചയനത്തിൻ്റെ അന്ന് വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ. അപ്പോൾ കുറച്ച് നാൾ മുമ്പേ ഇട്ട ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ചേമ്പല നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ഈ ചേമ്പല ഇപ്പോൾ ചെടിയായിട്ട് ഇങ്ങനെ വീടുകളിലൊക്കെ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് മേളിലുള്ള ഒരു ചേമ്പാണ്. പക്ഷേ ഇത് കട്ട് ചേമ്പാണ് കേട്ടോ. ഇതിൻ്റെ വലുത് നിൽക്കുന്നുണ്ട്. ഇതും കണ്ടപ്പോഴും ഞാൻ തെറ്റിദ്ധരിച്ചു. നിരന്തരമായ എൻ്റെ നിരീക്ഷണം കൊണ്ടായിരിക്കണം ആ വീട്ടിലെ ചേച്ചി അത് വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ചേമ്പ് എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ സംഭവമൊക്കെ പറഞ്ഞു ഇവിടെ എല്ലാവരും ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ ചേട്ടൻ ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ജോലി സ്ഥലത്ത് ബാക്കിൽ ഒരു പറമ്പുണ്ടായിരുന്നു. ആ പറമ്പിൽ ഈ പറഞ്ഞ ലൊക്കേഷൻ എത്തിപ്പെട്ട ചേമ്പ് നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് പറിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അമ്മമ്മ മരിച്ചത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. അവിടെ നാടൻ ചേമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഇങ്ങനെ വിടർന്നിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ വെള്ളത്തുള്ളി ഇങ്ങനെ കെട്ടിക്കിടക്കും. പക്ഷെ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടി നാടൻ ചേമ്പ് തൊട്ടപ്പുറത്തെ പറമ്പിലുണ്ടായിരുന്നു. ആ ഒരു വ്യത്യാസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു പറമ്പിന്റെ അങ്ങറ്റത്തായിട്ട് നമ്മൾ അന്വേഷിച്ചിരുന്ന ആ ഒരു ലൊക്കേഷൻ എത്തിപ്പെട്ട ചേമ്പ് നിൽക്കുന്നു കേട്ടോ. സംഗതി തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. ഒരിടയ്ക്ക് ഈ ഒരു സംഭവം ഞാൻ എവിടെ പോയാലും പാടത്തും പറമ്പിലും റോട്ടിലും ഒക്കെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. നമ്മുടെ ഈ മരണ ചടങ്ങ് നടക്കുന്നത് നമ്മുടെ ചിറ്റയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേണം ഇത് പറിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ. ഉച്ചവർക്കൊക്കെ പാസ്സാക്കി ആ ഒരു മന്നതയിലാണ് നമ്മുടെ ചേട്ടൻ്റെ ചേമ്പ് പറിക്കാനായിട്ട് പോകുന്നത്. അത് വിദഗ്ധമായി വലിച്ചൂരി പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ എല്ലാം മാത്രമാണ് കയ്യിലേക്ക് പോകുന്നത് കേട്ടോ. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഓവർ കോൺഫിഡൻസ് കാരണം കൈക്കോട്ടോ മമ്മട്ടിയോ ഒന്നും എടുക്കാണ്ടാണ് പോയി വലിച്ചൂരി എടുത്തത് കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ കട ഓർമ്മ പറിച്ചൂരി എടുത്തോണ്ട് പോന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീടെത്തി. വൈകിട്ട് നമ്മൾ അങ്ങനെ വീടെത്തി. അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട് വരെ ജസ്റ്റ് പോയപ്പോൾ അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ റോഡ് സൈഡിൽ ഈ ഒരു സംഭവം ഉണ്ടായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് വലിച്ചു പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പൊട്ടന് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഒരു സമയത്ത് ഞാൻ അന്വേഷിച്ച് നടന്ന സാധനം ഇപ്പം എങ്ങനെയൊക്കെയോ എൻ്റെ കയ്യിൽ കുറേ എത്തിയിട്ടുണ്ട്. ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി നട്ടാലാണ് എനിക്ക് സമാധാനമാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.